ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. എപ്പോഴും ഒരേ രീതിയിലല്ലാതെ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ വാഴക്കയും തക്കാളിയും കൊണ്ട് തയ്യാറാക്കിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ അധികം വലിപ്പമില്ലാത്ത 3 വാഴക്കായ എടുത്തിട്ടുണ്ട്. ഈ പച്ചക്കായ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറുതായി അരിഞ്ഞ് ഞാനിവിടെ ഈ കറ പോകുന്നതിന് വേണ്ടിയിട്ട് മോര് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഈ വാഴക്കറ കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മോര് വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്. മോര് വെള്ളം അല്ലെങ്കിൽ കാടി വെള്ളം, കാടി എന്ന് പറയുന്ന ഈ അരി കഴുകിയ വെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം, ഇതൊക്കെ നല്ലതാണ് ഈ കറ കളയുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം പച്ചവെള്ളത്തിൽ നല്ലതുപോലെ ഇത് കഴുകി ഊറ്റി വെള്ളം വാർന്നു പോകാനായിട്ട് വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു കടായി സ്റ്റവയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരുന്ന ആ വാഴക്കയുടെ പീസസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ, നല്ല തീയിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഒരിക്കലും തീ കുറഞ്ഞു പോകരുത്. ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് സമയം നമുക്കിത് നല്ലതുപോലെ നല്ല ചൂടിൽ തന്നെ ഇട്ടൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വെന്ത് കുഴഞ്ഞു പോയാൽ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ലതുപോലെ മൊരിഞ്ഞു വരണം. അതിനുശേഷം തീ കുറച്ചിട്ട് ഇത് ഉള്ളു വേവാനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് സമയം ഉള്ളു വേവാനായിട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ആ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഉള്ളി വഴന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. തീ കുറച്ച് വെച്ച് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഒന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലാണ് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നത്. കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നത്. കസൂരി മേത്തി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ആ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇത് അടച്ചു വെച്ച് 2 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകി മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. കറി നന്നായിട്ടൊന്ന് കുറുകി കിട്ടാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങ അരച്ച് ചേർക്കുന്നത്. ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നല്ലതുപോലെ വഴന്ന് വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ ആ അരപ്പ്, തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കലക്കി ചേർത്ത് കൊടുക്കാം. ഈ കറിയുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. ഒരുപാടങ്ങ് കൂടിപ്പോവരുത്. വെള്ളം കുറച്ച് ചേർത്താൽ മതി. ചാറൊന്ന് കുറുകിയിരിക്കണം. ഈ ഒരു അളവിൽ വെള്ളം ചേർത്താൽ മതി. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറി തിളച്ച് ലാസ്റ്റ് കുറുകി വന്നോളും. ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമുക്ക് കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം എണ്ണ തെളിയുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച ആ വാഴക്കായുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മളെന്നും ചോറിന് എന്താ കറി എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഇതുപോലെ പച്ചക്കായോ തക്കാളിയോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ കറി ഒന്ന് തിളച്ചാൽ ഇപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. നല്ല രുചികരമായ വാഴക്കായ തക്കാളിക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.